കേരള സർവകലാശാല വി സി മോഹൻ കുന്നുമലിന്റെ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കാതെ രജിസ്ട്രാർ KS അനിൽകുമാർ രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിൽ എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് VC ഇന്നലെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. നമുക്ക് KS അനിൽകുമാറിന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹം കാറിൽ സർവകലാശാലയിലേക്ക് എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. അത് വൈസ് ചാൻസലർക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ടോ? പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, VC കുറെ ഉത്തരവ് ഇറക്കുന്നുണ്ട്, അതിനെല്ലാം സിൻഡിക്കേറ്റ് മറികടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് രജിസ്ട്രാറെ കൂട്ടാൻ ഈ സർവകലാശാലയിൽ നിന്ന് ഈ വണ്ടി പോകുന്നത്. ഇന്നും അതുപോലെ തന്നെ പോയി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും അതേ കാറിൽ തന്നെ അനിൽകുമാർ ജോലിക്ക് വരികയാണ്. ആര്യ, VC മോഹൻ കുന്നുമലിന്റെ ഉത്തരവിന് കടലാസ് വില മാത്രമേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാർ KS അനിൽകുമാറും നൽകുന്നുള്ളൂ. ഇന്നലെ വൈകിട്ടാണ് മോഹൻ കുന്നുമൽ ഈ രജിസ്ട്രാർ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയത്. ഈ കാറ് യൂണിവേഴ്സിറ്റിയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കണം എന്ന നിർദ്ദേശം നൽകി കാറിൻ്റെ താക്കോൽ ഡ്രൈവറിൽ നിന്ന് വാങ്ങി രജിസ്ട്രാറുടെ ചുമതല VC നൽകിയിരിക്കുന്ന ഡോക്ടർ മിനി കാപ്പന് നൽകണം എന്ന നിർദ്ദേശം നൽകി. പക്ഷേ ഇന്നലെ വൈകിട്ട് രജിസ്ട്രാർ KS അനിൽകുമാർ ഈ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീകാര്യത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയത്. അതിനുശേഷം കാർ സാധാരണ എന്നും ചെയ്യുന്നത് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അവിടെ പാർക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെയും അതേ കാറിൽ തന്നെയാണ് അദ്ദേഹം വന്നതിന് ശേഷമുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടതും. അതായത് രജിസ്ട്രാർക്കെതിരെ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തത് മുതൽ VC സ്വീകരിച്ച ഒരു നടപടികളും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഭൂരിപക്ഷമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. അതായത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അതായാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദീകരിക്കുന്നത്. മാത്രമല്ല VC ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിൻഡിക്കേറ്റ് പറയുന്ന കാര്യം സർവകലാശാലയുടെ ചട്ടപ്രകാരം ചാപ്റ്റർ 24 അനുസരിച്ച് എല്ലാ പ്രോപ്പർട്ടിയും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും സിൻഡിക്കേറ്റിനാണുള്ളത്. അതുകൊണ്ട് കാറിന്റെ താക്കോൽ സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അതേ കാറിൽ തന്നെ ഏത് കാറാണോ പിടിച്ചെടുക്കാൻ രജിസ്ട്രാർക്ക് പോകേണ്ട എന്ന് പറഞ്ഞ അതേ കാറിൽ തന്നെ ഇന്ന് അനിൽകുമാർ സർവകലാശാലയിലേക്ക് വന്നിട്ടുണ്ട്.